എൻ്റെ ഭാര്യ ഉണ്ടാവാൻ പാടില്ല, എൻ്റെ മക്കൾ ഉണ്ടാകാൻ പാടില്ല എന്ന നിയ്യത്തോടുകൂടി നമുക്കതിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകാൻ സാധിക്കണം. അതുകൊണ്ടായിരുന്നു സ്വഹാബാക്കളോട് റസൂലുള്ള കാര്യം പറഞ്ഞപ്പോ അവരാ സെക്കൻഡ് കൊണ്ട് ആ ദഅവത്തിന് വേണ്ടി പുറപ്പെട്ടതും. ഇന്നും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ മക്കയിലും മദീനയിലും സൗദി അറേബ്യയിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹാബാക്കളോടൊപ്പം ദഅവത്ത് നടത്തി ജീവിച്ചിരുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ഇന്ന് ഈ സമൂഹത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തപ്പെടുമ്പോ 15,000 കബറുകൾക്ക് മേലെ സ്വഹാബത്തിന്റെ കബറ് ഈ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. 1,00,000-ൽ പരം സഹാബാക്കൾ അന്ന് അറഫ മൈതാനിയിൽ ലോകത്തിന്റെ റസൂലുള്ളാന്റെ കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹജ്ജിന് സാക്ഷിയായി അറഫയിൽ ഉണ്ടായിരുന്നെങ്കിൽ 15,000 കബറുകൾ മാത്രമേ ഇന്ന് സൗദി അറേബ്യയിൽ ഉള്ളൂ എങ്കിൽ ബാക്കിയുള്ള കബറുകളൊക്കെ ഈ സഹാബത്തിന്റെ കബർ ലോകത്തെവിടെയാ? അതിനുള്ള ഉത്തരമാണ് അന്ന് അറഫ മൈതാനിയിൽ തന്റെ മുൻപിലിരിക്കുന്ന ആയിരക്കണക്കിന് സഹാബത്തിനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു വാക്ക്, ഇവിടെ ഹാജരുള്ളവർ ഇവിടെ ഹാജരില്ലാത്തവർക്ക് വേണ്ടി അവരിത് അറിയിച്ചു കൊടുക്കട്ടെ എന്ന അള്ളാന്റെ ഹബീബിന്റെ വാക്ക് കേട്ട് ഒട്ടകം എങ്ങോട്ടാണോ മുഖം തിരിച്ചത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്നു, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്നു, ഇല്ലെങ്കിൽ ലോകത്തെവിടേക്കൊക്കെ കടലുകൾ കടന്നും അല്ലാതെയും യാത്ര ചെയ്യാൻ സാധിക്കുമോ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഈ ഒരൊറ്റ വാക്കിന്റെ പേരിൽ പടച്ച റബ്ബിന്റെ ദീനിനെ നെഞ്ചേറ്റി സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാൻ ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് ആ സഹാബത്ത് പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഒരു മനസ്സായിരിക്കണം ജീവിതത്തിൽ ദഅവത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. മരിച്ചാൽ പോലും നമ്മളെ ഖബറിലേക്ക് കിട്ടുന്ന ഒരു പുണ്യം, അഥവാ നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോയാലും ഈ ദുനിയാവിൽ ബാക്കിയാവുന്ന 3 കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ അറിയിച്ചു കൊടുത്ത നന്മകളാ. എന്റെ കാലശേഷം ഞാൻ എത്ര കാലം മണ്ണിന്റെ അടിയിൽ കിടന്നാലും ഞാൻ അറിയിച്ചു തരുന്ന നന്മകളെ കൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളത് മറ്റൊരാളിലേക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മക്കളിൽ നിന്ന് മക്കളിലേക്ക് തലമുറകളോളം അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോയാലും ഖബറിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പുണ്യം റബ്ബിന്റെ മാർഗത്തിൽ ഇന്ന് ദഅവത്തിന്റെ രംഗത്ത് ഇടപെടുക എന്നുള്ളതാ. പക്ഷെ ഇന്ന് ആളുകൾക്ക് അലസതയാ, ആളുകൾക്ക് താല്പര്യക്കുറവാ, മടി കാണിച്ചു കൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബിന്റെ ദീനീ ദഅവത്തിന്റെ രംഗത്ത് കാലങ്ങളായി കുറച്ചു പേരുള്ളത് കൊണ്ട് മാത്രം പല നാടുകളിലും സമൂഹത്തിലും ദഅവത്ത് നടന്നു പോകുന്നു എന്നൊരു ധാരണ. ദുനിയാവിന്റെ കാര്യത്തിൽ എന്ത് റിസ്ക് എടുക്കാനും ത്യാഗം ചെയ്യാനും ജനങ്ങൾ സന്നദ്ധരാണെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ പടച്ചോന്റെ ദീനൊന്ന് പരിചയപ്പെടുത്തുന്നിടത്ത് ഒരൽപ്പം റിസ്ക് എടുക്കാൻ, ത്യാഗം ചെയ്യാൻ ആളുകൾക്ക് മടിയായിക്കൊണ്ടിരിക്കുന്ന കാലം. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഈ കേരളക്കരയിൽ 1 നൂറ്റാണ്ട് മുൻപ് നമ്മൾ ജീവിച്ചിരുന്ന നമ്മളെ നാട്ടിൽ ഈ പ്രദേശങ്ങളിൽ പോലും വല്ലാത്ത അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. 956കളിലൊക്കെ കേരളത്തിലുള്ള പല ഉമ്മമാരും പ്രസവിക്കാൻ വേണ്ടി കയറി ചെന്നത് പള്ളിയിലുള്ള ഉസ്താദുമാര് മന്ത്രിച്ചൂതി കൊടുക്കുന്ന നഫീസത്തുമാലയിലെ പിഞ്ഞാണ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപസ്മാരം ബാധിച്ചും ശരീരത്തിന്റെ ചുഴലി എന്ന മഹാരോഗത്തിന് കീഴ്പ്പെട്ടും ചക്രശ്വാസം വലിക്കുന്ന കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകളിലേക്ക് പോകരുതെന്നും പോയാൽ അത് ശിർക്കാണെന്നും പഠിപ്പിക്കുന്നത് മുതൽ മന്ത്രിച്ചൂതുന്ന ഏലസുകൾക്ക് വേണ്ടി കാത്തിരുന്നൊരു കാലഘട്ടം കേരളക്കരയിലെ മനുഷ്യർക്കുണ്ടായിരുന്നു. എന്തിനേറെ കിടക്കുന്ന കിടക്കപ്പായയിൽ നിന്ന് നേരം വെളുക്കുമ്പം അല്പം തെന്നിക്കിടന്നാൽ അവളെ ജിന്നു കൊണ്ടുപോയതാണ് എന്ന കാരണത്തിന്റെ പേരിൽ കൂട്ടിക്കൊണ്ടുപോയി മറക്കുള്ളിൽ വെച്ച് അടിചികിത്സ നടത്തി പെൺകുട്ടികളുടെ മാനവും ജീവിതവും നഷ്ടപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം കേരളക്കരയിൽ ഉണ്ടായിരുന്നു. പുരുഷന്മാർക്ക് മുടി വളർത്താനും സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനൊന്നും ഒരു കഴിവുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകി പെരുകി മുസ്ലിം സമുദായത്തെ ഏറ്റവും വലിയ നാശത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെയാ കേരളം മാറിയത്? കേരളത്തിലേക്ക് ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ടതല്ല, മറിച്ച് ആ കാലഘട്ടത്തിലെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാർ, ആ കാലഘട്ടത്തിലെ മഹത്തുക്കളായ പണ്ഡിതന്മാർ, വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, എൻ വി അബ്ദുസ്സലാം മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, അലവി മൗലവിയെ പോലെ, എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള മുൻകാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറു അറ്റത്തേക്ക് ത്യാഗത്തിന്റെ ദഅവത്തുകൾ നടത്തി. ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തിൽ
രേഖപ്പെടുത്തപ്പെട്ടൊരു ചരിത്രമില്ലേ? മഹാനായ സെയ്ദ് മൗലവി കൊയിലാണ്ടി കടപ്പുറത്ത് പ്രസംഗിക്കാൻ എഴുന്നേറ്റു നിന്നപ്പോ ചീറിപ്പാഞ്ഞു വന്ന കരിങ്കല്ലുകൊണ്ട് മുൻവശത്തെ പല്ലുകൾ പൊട്ടി ചോരയൊലിച്ചടർന്നു വീണിട്ടും തന്റെ വായിലുള്ള പല്ലും ചോരയും നിലത്ത മണലിലേക്ക് തുപ്പി ആ മണലിന്റെ മേലെ കയറി നിന്ന് അരമണിക്കൂർ പ്രസംഗിച്ച് തന്റെ കൊച്ചു ബേഗുമെടുത്ത് വടകരയിലേക്ക് നടന്നു പോകുന്ന സെയ്ദ് മൗലവിയെ പോലെ, വക്കം മൗലവിയെ പോലെ, അബുസ്ബാഹ് മൗലവിയെ പോലെ രാവും പകലുകളും എയ്ത്തിനും ഖുർആൻ തഫ്സീറിനും വേണ്ടി നീക്കിവെച്ച അമാനി മൗലവിയെ പോലെ ആയുസ്സിൽ സിംഹഭാഗങ്ങളും ശത്രുക്കളുമായി പടപൊരുതി ഇസ്ലാമിന്റെ ആദർശങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞ AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, ആ മഹത്തുക്കൾ, അവര് കണ്ട സ്വപ്നമായിരുന്നു ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യമെങ്കിൽ വരാനിരിക്കുന്ന ഒരു തലമുറക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നാലോചിക്കേണ്ടതുണ്ട്. ഒന്നും അവസാനിക്കുകയല്ല. ഇക്കഴിഞ്ഞ ദിവസം പോലും കേരളത്തിലുള്ള ഒരു മനുഷ്യന്റെ ഭാര്യ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് പോലും ഏതോ ഷെയ്ഖ് സഹായിക്കുമെന്ന വിശ്വാസത്തിന്റെ പേരിൽ, ഒരു മടവൂർ കാഫിലയുടെ ബലത്തിന്റെ പേരിൽ ആ പെൺകുട്ടിയെ കൊലക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മലപ്പുറം ജില്ലയുടെ മണ്ണിൽ പാവപ്പെട്ട ഒരു ഭർത്താവ് മരണപ്പെട്ടപ്പം ഷെയ്ഖിന്റെ മുരീദാണെന്ന് പറഞ്ഞാൽ ആയുസ് തിരിച്ചു കെട്ടുമെന്ന വിശ്വാസത്തിൽ ഒരു ആശവം ഒരു ചാക്കിൽ പൊതിഞ്ഞ് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, മാസങ്ങൾക്ക് മുൻപ് കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ അപസ്മാരം ബാധിച്ച പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ മന്ത്രി ചൂതിക്കൊടുത്തൊരേലസിന്റെ മുൻപിൽ ആ പെൺകുട്ടിയെ കൊലക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിക്കാറായിട്ടില്ല നമ്മളെ ദഅവത്ത്, അവസാനിപ്പിക്കാറായിട്ടില്ല നമ്മളെ പ്രബോധനം. ഏതെങ്കിലും റബീഉൽ അവ്വൽ മാസത്തിലെ 12-ന് മാത്രമുള്ള ആഘോഷത്തിൽ നിന്ന് റബീഉൽ അവ്വൽ മുഴുവനും തോരണങ്ങൾ തൂക്കിയും പടകം പൊട്ടിച്ചും പള്ളികൾ അലങ്കരിച്ചും ഇല്ലാത്ത മദ്ഹുകൾ പാടിയും ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, മതത്തിന്റെ പേരിലും അല്ലാത്തതിന്റെ പേരിലും ചൂഷണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാ. ഒന്നും ദുനിയാവിൽ പ്രതീക്ഷിക്കാതെ നാളെ റബ്ബിന്റെ മുൻപിൽ എനിക്കെന്റെ റബ്ബിനോട് എന്റേതായ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറയാൻ, ഹൃദയം തുറന്ന് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരം. അതുകൊണ്ടായിരുന്നു ലോകത്തിന്റെ ഹബീബായ നബിത്തങ്ങൾ ഒരു കാര്യമേൽപ്പിച്ചാൽ സഹാബത്ത് അതപ്പം തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഒരു എഴുത്തുമായി മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചക വാദക്കാരന്റെ നേരെ ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോ അള്ളാന്റെ ഹബീബിനൊരു വിശ്വാസമുണ്ട്, ഹബീബ് റളിയല്ലാഹു അൻഹുവിനൊരു വിശ്വാസമുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ വീട്ടിൽ ചെന്ന് തിരുദൂതന്റെ എഴുത്തു കൊടുത്ത് ദേഷ്യം പിടിച്ചിരിക്കുന്ന മുസൈലിമത്തുൽ കദ്ദാബ് ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കെട്ടുകയും കാലിന്റെ തൊടഭാഗത്ത് നിന്ന് മാംസകഷണം അരിഞ്ഞെടുത്ത് അരിഞ്ഞ മാംസകഷണത്തിലേക്ക് ചൂണ്ടി ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചപ്പം മുഹമ്മദുൻ റസൂലുള്ളാഹ് മുസൈലിമത്തുൻ കദ്ദാബുല്ലാഹ് എന്ന് മുസൈലിമാന്റെ വീട്ടിൽ മുസൈലിമാന്റെ മുഖത്ത് നോക്കി പറയാൻ ഹബീബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചത് എന്നിൽ അല്ലാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കണം എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയായിരുന്നു. യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുമ്പോഴും അങ്ങ് യസ്രിബിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോഴും ആ സഹാബത്തിനുണ്ടായ ആത്മവിശ്വാസം, പ്രിയപ്പെട്ടവരെ, ആ ഒരു ജനതയാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. റിയാദിന്റെ ഇസ്ലാഹി സെന്ററുകളിൽ നിന്ന് ഇത്രത്തോളം മനുഷ്യർക്ക് വെളിച്ചത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആയിരക്കണക്കിന് മലയാളികൾ ഖുറാഫാത്തും അന്ധവിശ്വാസങ്ങളുമായി പലതിന്റെയും പിന്നാലെ ചൂഷണം ചെയ്യപ്പെടുമ്പോ നമുക്കിനിയും അടങ്ങിയിരിക്കാനല്ല, ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും ഭയപ്പെടാനല്ല, മറിച്ച് റബ്ബ് പഠിപ്പിച്ചതുപോലെ വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്തുണ്ടാവട്ടെ. അന്ന് മക്കയിലുണ്ടായ ഉമ്മത്ത് അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ മൂസ അശ്ശരിയെ പോലെ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ വൽതകും മിൻകും ഉമ്മ, ഉണ്ടാവട്ടെ നിങ്ങളിൽ ഒരൊത്തൊരുമയോടെ ഒരുമിച്ച് മുന്നേറുന്ന ഒരു ജനത. യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന കാലവും ജനതയും ഇന്നത്രയേറെ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പലർക്കും വെളിച്ചം കണ്ടെത്തിയും തുടങ്ങിയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയുമോ? അത്രയേറെ നമ്മുടെ നാട്ടിലും സമൂഹത്തിലും അധാർമികതയും അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാ. ഒരല്പമെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്ത് കൊണ്ട് തന്നെയാ. കാരണം മുജാഹിദ് പ്രസ്ഥാനം ദഅവത്ത് നടത്തുന്നത് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോരാനാ. എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനമല്ലാത്ത പലരും ദഅവത്ത് നടത്തുന്നത് അന്ധവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനാ. എന്ന് മുജാഹിദുകൾ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന്. ആ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന തൗഹീദിന്റെ വെളിച്ചം പറയുന്ന നമ്മൾ
ഒരു നൂറ്റാണ്ട് കാലം ആ വാക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല, കോട്ടി മാറ്റി പറയേണ്ടി വന്നിട്ടില്ല, ഇല്ലാത്ത വാദങ്ങൾക്ക് വേണ്ടി തെളിവുകൾ ശേഖരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇന്നും ഈ വാദത്തിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളും ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്കും ആശയങ്ങളിലുള്ള പാളിച്ചകളും അവരുടെ വാക്കുകളിലുള്ള പോരായ്മകളും തിരിഞ്ഞുകുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നൂറ്റാണ്ട് കാലമല്ല, ഈ പ്രസ്ഥാനമുള്ള കാലത്തോളം നെഞ്ചു വിരിച്ചു പറയാൻ സാധിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ തൗഹീദ് ഈ ജനതക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശമാണെന്ന്. ആ തൗഹീദ് നഷ്ടപ്പെടുത്താൻ ഒരു ഭാഗത്ത് പുരോഹിതർ പണിയെടുക്കുന്നു, ആകാശത്ത് കൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചിറക്കുന്നു, ചീറിപ്പാഞ്ഞു പോകുന്ന തീവണ്ടി പിടിച്ചു നിർത്തുന്നു, കോയിക്കാല് കൊണ്ട് ഗർഭം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ തലേക്കെട്ടുകാർ വ്യാഖ്യാനിക്കുമ്പം മറുഭാഗത്ത് ഈ തലമുറയെ പിഴച്ച വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ ലിബറലുകളും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ആ ലിബറലിസത്തിന്റെ തോന്നിവാസത്തിന്റെ അങ്ങേത്തലയാണ് ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അധാർമികതയും ലഹരി എന്ന മഹാവിപത്തും. ആ ഒരു ചരിത്രം ഇനിയും നമ്മളെ നാട്ടിലും സമൂഹത്തിലും ആവർത്തിക്കാതിരിക്കാൻ വിട്ടുകൊടുക്കരുത്. നമ്മളെ വിശ്വാസത്തെയും നമ്മളെ മുസ്ലിം ഉമ്മത്തിനെയും നാശത്തിന്റെ ആളുകൾക്ക് വേണ്ടി. അവിടെ വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, റബ്ബേൽപ്പിച്ചു തന്ന അമാനത്ത് കൃത്യമായി ഏറ്റെടുത്ത് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കണം. ആ പണിയെടുക്കൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലും നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് ചില യോഗ്യതകൾ ഉണ്ടാവണം. അതിലൊന്ന് അകമഴിഞ്ഞ പ്രാർത്ഥനയാ. എന്റെ റബ്ബേ, നിന്നെ മാത്രം ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സമൂഹത്തിൽ പേരെടുക്കാനല്ല, രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടല്ല. ഇക്കാലഘട്ടം വരെ ഈ പ്രസ്ഥാനം അതിന് മെനക്കെട്ടിട്ടുമില്ല. നിരവധി സമ്മേളനങ്ങൾ, അവസാനത്തെ സമ്മേളനങ്ങൾ പോലും കോഴിക്കോടിന്റെ മണ്ണിൽ പതിനായിരങ്ങളെയും ലക്ഷങ്ങളെയും നിർത്തി നമ്മൾ നടത്തിയപ്പോ ഒരു രാഷ്ട്രീയക്കാരന്റെയും തിണ്ണ നിരങ്ങാൻ ആളുകളുടെ ബാഹുല്യം കാണിച്ച് ചെന്നിട്ടില്ല. അല്ലെങ്കിൽ മതത്തിന്റെയും ഈ സംസ്ഥാനത്തിന്റെയും താക്കോൽ സ്ഥാനങ്ങളിൽ ഞങ്ങൾ ആളുകൾ വേണമെന്ന് പറയാൻ ഈ കാലഘട്ടം വരെ മുജാഹിദ് പ്രസ്ഥാനം ഈ ആദർശത്തെ കുരുതി കൊടുത്തിട്ടില്ല. എക്കാലഘട്ടത്തിലും ഒരു ലക്ഷ്യം മാത്രം, തഖബ്ബൽ മിന്ന, നീ സ്വീകരിക്കണം റബ്ബേ. റോഡ് വക്കിൽ ചോരയൊലിച്ച് കിടക്കുന്നവന്റെ നിറമോ അവന്റെ രക്തമോ അവന്റെ ജാതിയോ നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മഹ്ശറയിൽ എന്റെ നേരെ നോക്കി എനിക്ക് ആ വെളിച്ചം കിട്ടിയിട്ടില്ല റബ്ബേ, എന്റെ തൊട്ടടുത്ത റൂമിൽ ഇവൻ ഉണ്ടായിരുന്നു, എന്റെ കുടുംബത്തിൽ ഇവൻ ഉണ്ടായിരുന്നു, എന്റെ സമൂഹത്തിലും സൗഹൃദങ്ങളിലും ഇവൻ ഉണ്ടായിരുന്നു, ഇവൾ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ നേരെ നോക്കി ഒരാളും പറയാതിരിക്കാൻ ആ മനസ്സോടുകൂടി, നിയ്യത്തോടുകൂടി, നല്ല ഹൃദയവിശുദ്ധിയോടുകൂടി നമുക്ക് ആ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കണം. ഏത് പ്രവർത്തനങ്ങളും വിജയത്തിലെത്തണമെങ്കിൽ നേതൃത്വത്തെ അംഗീകരിച്ചേ മതിയാകൂ, അനുസരിച്ചേ മതിയാകൂ. ഉഹുദിൽ എന്തേ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഒന്ന് പതറിപ്പോകാനുള്ള കാരണം നേതൃത്വത്തെ ധിക്കരിച്ചതിന്റെ പേരിൽ. കൃത്യമായ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പോലും ഒന്നും അവിചാരിതമായി സംഭവിച്ചതല്ല. കേരളത്തിലെ ഒരു നൂറ്റാണ്ട് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഐക്യസംഘം മുതൽക്ക് അവസാനം രൂപീകരിക്കപ്പെട്ട MSM MGM ആവട്ടെ, ഇന്ന് കേരളത്തിലെ യുവാക്കളെ നന്മയിലേക്ക് നയിക്കുന്ന ഹൈസക്കുകളാവട്ടെ, പ്രോഫ്കോണുകളാവട്ടെ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും സയൻസ് വിദ്യാർത്ഥികൾക്കുമുള്ള സയൻസ് സമ്മേളനങ്ങളാവട്ടെ, എന്തിനേറെ ഓരോ മഹല്ലിലെ മദ്രസ കാലഘട്ടത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുന്ന CRE വിദ്യാഭ്യാസമാകട്ടെ, വ്യവസ്ഥാപിതമായ കൃത്യമായ അജണ്ടയോടുകൂടി സംഘടനാ പ്രവർത്തനത്തോടുകൂടിയ ഏത് നാട്ടിലും ദഅവത്ത് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സംഘടനാ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തി അത് ഹിസ്ബിയത്താണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഏതു കാലഘട്ടത്തിലും കുട്ടര് കയറി വന്നിട്ടുണ്ട്. പക്ഷേ ആ സംഘടനയിൽ നിന്ന് മുതലെടുപ്പ് ആഗ്രഹിക്കാത്തവരാണെങ്കിൽ, ആ സംഘടനയുടെ സ്ഥാനമാനങ്ങൾ കിട്ടണം എന്ന് സ്വപ്നം കാണാത്തവരാണെങ്കിൽ ഒരു വ്യക്തിക്കൊരിക്കലും സംഘടന ഹിസ്ബിയത്തല്ല. സംഘടന ഹിസ്ബിയത്തായി മാറുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് മാത്രം താല്പര്യങ്ങൾ ഉണ്ടാകുമ്പോഴാ. പക്ഷേ സംഘടനാ രംഗത്ത് ആ വ്യക്തിപരമായ താല്പര്യം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രവർത്തനം പോലും ഏറെ പരാജയത്തിലേക്ക് എത്തിപ്പെടും. സംഘടനാ പാടവത്തോടെ, പ്രവർത്തനത്തോടെ, കൂട്ടായ വർക്കോടുകൂടി റബ്ബിന് വേണ്ടി ചിന്തിച്ചുകൊണ്ട് ഒരു സംഘം പണിയെടുക്കുകയാണെങ്കിൽ ആ സംഘത്തിനാണ് വിജയം. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ എന്ന് മുൻകാലഘട്ടത്തിലെ ഉലമാക്കൾ പഠിപ്പിച്ചതുപോലെ സംഘടന ഒരു ചുമരു മാത്രമാ. അതല്ല നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കല്ല നമ്മളുടെ പ്രയാണം. മറിച്ച് ആ സംഘടന മുൻപോട്ട് വെക്കുന്ന, ഇക്കാലം വരെ തിരുത്തി പറയാത്ത ആ സംഘടനയുടെ ആദർശം,
അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഒത്തൊരുമയോടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അള്ളാഹു നൽകുന്ന ഒരു ഉത്തരവും റബ്ബ് നൽകുന്ന ഒരു സന്തോഷവുമുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുന്യാനുൻ മർസൂസ്. ചേർത്ത് വെക്കപ്പെട്ട കരിങ്കല്ലുകളെ പോലെ അല്ലെങ്കിൽ മരത്തടികളെ പോലെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ലോകത്തൊരു ശക്തിക്കും ഒരു മലവെള്ളപ്പാച്ചിലിനും നിങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല.